മെത്തേഡും സ്ട്രാറ്റജിയും സെയിം ആണ്. ഫോർ ബാറിലൊക്കെ ലെറ്റ് ഇറ്റ് ബി 4 bar ഓർ സ്ലൈഡർ ക്യാൻ രണ്ടായാലും സെയിം ആണ്. ഡിഫറൻസ് ലൈസ് വേർ നമ്മുടെ ഫോർത്ത് ലിങ്ക് സ്ലൈഡർ എന്ന് പറഞ്ഞ ലിങ്ക് എവിടെയാണ്, അവിടെയാണ് ചെറിയ ഡിഫറൻസ് വരുന്നത്. കാണുന്നില്ല, ബോർഡ് കാണുന്നില്ല? Okay. Given a slider crank mechanism. Okay. ഇതില് ഒരു അഡീഷണൽ പോയിന്റ് കൂടി, ഇവിടെ ഒരു പോയിന്റ് ഇ എന്ന് പറഞ്ഞൊരു പോയിന്റ് കൂടി തന്നിട്ടുണ്ട്. സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം നെയിം ചെയ്തിട്ട് എങ്ങനെ OAB ആണ്. OA is the crank, AB is the connecting rod, and at point B the slider is located. Now, on the connecting rod an additional point A is given. See, apart from the figure, certain data are also provided in the numerical. Our data എന്തൊക്കെയാണ്? One is length of crank is 500 mm. Length of crank തന്നിട്ടുണ്ട്. രണ്ടാമത്തെ connecting rod AB 1500 millimeters. Next AE, the point E from A, distance തന്നിട്ടുണ്ട്. This is 450 mm. And above this, one more data is given. That means the crank OA rotates at 200 rpm in the clockwise direction. Rotates at 200 rpm in the clockwise direction. Okay. ഒരു കാര്യം ചെയ്യാം, റഫായിട്ട് ഇതൊന്ന് നോട്ട് ചെയ്യാം. റഫായിട്ട് വേഗം നോട്ട് ചെയ്യാം. നോട്ട് ചെയ്തോ എല്ലാവരും? ആ ചെയ്ത്. Now, starting step എന്താ നമ്മോട് ഇത് given data, ഞാൻ ക്വസ്റ്റ്യൻ പറയാൻ പറഞ്ഞു. What are the required values that you are supposed to find out? First one, acceleration of point E. E എന്ന് പറഞ്ഞ പോയിന്റിന്റെ ആക്സിലറേഷൻ കിട്ടണം. ഈ തന്നതൊക്കെ എന്താ given data. Now, to find first one, acceleration of point E. ഇത് കണ്ടുപിടിക്കണം. Second, angular acceleration of link AB, അതായത് കണക്ടിംഗ് റോഡിന്റെ ആംഗുലാർ ആക്സിലറേഷൻ. And the third data that you are required to find out is acceleration of the slider. Okay. Acceleration of slider B. ഈ മൂന്ന് സാധനങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്. നിങ്ങൾക്ക് ഗിവൺ ഡാറ്റ എന്താ, ഒരു റഫ് ഫിഗർ തന്നിട്ടുണ്ട്. സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം എങ്ങനെയല്ല എന്നുള്ളൊരു റഫ് ഫിഗർ തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഓരോ ലിങ്കിന്റെ ലെങ്ത്തുകളും തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? വാട്ട് വിൽ ബി ദ ഫസ്റ്റ് സ്റ്റെപ്പ്? കോൺഫിഗറേഷൻ ഡയഗ്രാം. വെരി ഗുഡ്. കോൺഫിഗറേഷൻ ഡയഗ്രാം വരക്കാൻ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം? ഐ ഹാവ് ടു ടേക്ക് എ സ്കെയിൽ. അല്ലെ, സ്കെയിൽ ചെയ്യണമെങ്കിൽ എന്താണ് എന്റെ ലാർജസ്റ്റ് ലെങ്ത് ഏത്? 1500. സിമ്പിൾ ആയിട്ടുള്ള സ്കെയിലിലേക്ക് പോവാം.
ഫസ്റ്റ് കോൺഫിഗറേഷൻ ഡയഗ്രാമാണ്. ഹെഡിങ് എഴുതണം, അതിന്റെ സ്കെയിൽ നോട്ട് ചെയ്യാം. 1500 ആണ് ലാർജസ്റ്റ് ലെങ്ത്. സോ ഞാൻ എന്ത് ചെയ്യണം, 1500 ഈക്വൽ ടു 15 സെന്റിമീറ്റർ നൽകുന്നു. അങ്ങനെ കാലം. സോ എന്റെ 1 സെന്റിമീറ്റർ എത്രയായി? എന്താ 150. 100 mm അല്ലേ? 150 എങ്ങനെയാണല്ലോ? 100 mm അല്ലേ? 100 mm അല്ലേ വരുവാ? Yes, sir. So my scale for configuration fix ചെയ്തു. 1 centimeter is equal to 100 mm. ഈ സ്കെയിലാണ് I am going to start drawing my configuration diagram. Okay. So സ്കെയിൽ ഓർത്ത് നോക്കണം. ഞാൻ ബോർഡിലാകെ ഇത്രയും സ്ഥലം ഉള്ളൂ, മാക്സിമം സ്ഥലം സേവ് ചെയ്തിട്ട് വരുന്നതാണ്. 100 mm is equal to 1 centimeter ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറയുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വരക്കാൻ പറ്റിയ അത്രയും നല്ലത്. കാരണം എക്സാക്ട് ആൻസേഴ്സ് നമുക്ക് എന്തായാലും കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. സോ 1 centimeter is equal to 100 mm. This is my scale for configuration diagram. Okay. So start ചെയ്യുന്ന ആദ്യം I draw horizontal. ഒരു horizontal line വരയ്ക്കും. horizontal line വരച്ചതിന് ശേഷം എന്താ ചെയ്യാം? I fix a point. ഈ പോയിന്റ് ഞാൻ O പേര് കൊടുക്കും. നെക്സ്റ്റ് ക്രാങ്കിന്റെ ലെങ്ത് ഉണ്ട് OA 500 mm ആണ്. സോ അക്കോർഡിംഗ് ടു മൈ സ്കെയിൽ ഞാൻ അതിന്റെ ഇംഗ്ലീഷ് നോക്കിയിട്ടുണ്ടായിരുന്നു 60 ഡിഗ്രി. സോ അക്കോർഡിംഗ് ടു മൈ സ്കെയിൽ 60 ഡിഗ്രി ഞാൻ 5 സെന്റിമീറ്റർ. ക്ലിയർ? നെക്സ്റ്റ് എന്താ ചെയ്യാം? കോമ്പസ് എടുക്കും. കോമ്പസിൽ 15 സെന്റിമീറ്റർ എടുക്കും. കീപ്പിംഗ് ദിസ് പോയിന്റ്, ഇതിന്റെ പോയിന്റ് A ആയി മാറും. കീപ്പിംഗ് ദ പോയിന്റ് A ആസ് സെന്റർ, ഞാൻ ഈ ഹൊറിസോണ്ടൽ ലൈനിലേക്ക് ആർക്ക് കട്ട് ചെയ്യും. അത്രയല്ലേ ഉള്ളൂ. ഇനി വിലവരെ ആർക്ക് കിട്ടും. നിങ്ങൾക്ക് കുറച്ചും കൂടി ലെങ്ത് ഉള്ള ഫിഗർ ആയിട്ട് കിട്ടുക. ഞാനിത് മാനുവലി വരക്കുന്നതുകൊണ്ടാണ്, സ്ഥലം കുറവായതുകൊണ്ടാണ്. ഇത് 5ഉം ഇത് 15ഉം ആണ്. നല്ല ലെങ്ത് ഡിഫറൻസ് ഉണ്ടാവും. ഇവിടെ പോയിന്റ് കിട്ടി. ഞാനിവിടെ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യും. ഇത് എന്റെ ആക്സിസ് ലൈനാണ്. OA പോയിന്റ് B യുടെ കിട്ടി. ക്ലിയർ അല്ലേ? ദിസ് ഈസ് 5 സെന്റിമീറ്റർ 15 സെന്റിമീറ്റർ. കറക്റ്റ്? ഞാൻ വരച്ച ക്ലിയർ അല്ലേ? സോ കോൺഫിഗറേഷൻ ഡയഗ്രാം ആണ്. കോൺഫിഗറേഷൻ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ എന്താ ചെയ്യാം? ഇനി എന്ത് ചെയ്യാം? നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യും. ഇനി എന്താ ചെയ്യണ്ടേ? ലിങ്ക്. വെരി ഗുഡ്. ലിങ്കിന്റെ നമ്പർ ഇടുക. ഫിക്സഡ് ലിങ്ക് അല്ല, ലിങ്ക് നമ്പർ 1. This is link number 2, link number 3, and this is link number 4. ലിങ്കിന്റെ നമ്പർ. ഇനിയോ? ഇനി എന്താ ചെയ്യാം? യെസ്. ഇനി മനസ്സിൽ ആലോചിക്കുക. എന്നോട് ചോദിച്ച 3 ആക്സിലറേഷൻ വാല്യൂസ് ആണ്. ആക്സിലറേഷൻ ഓഫ് സ്ലൈഡർ, ആക്സിലറേഷൻ ഓഫ് 1 point E, ആക്സിലറേഷൻ ഓഫ് ആംഗുലർ ആക്സിലറേഷൻ ഓഫ് ദിസ് ലിങ്ക് ഓൾസോ. അല്ലെ? ഇവിടെ E എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യണം. ന്റെ ഡിസ്റ്റൻസ് 450 mm ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് 4.5 സെന്റിമീറ്റർ ആണ്. E will be somewhere here. അവിടെ ഒരു E എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാവും. സോ 3 ആക്സിലറേഷൻസ് വെച്ചിട്ടുണ്ട്. 2 ലീനിയർ ആക്സിലറേഷൻ, സ്ലൈഡറിന്റെ ആക്സിലറേഷൻ, E എന്ന് പറഞ്ഞ ആക്സിലറേഷൻ, as well as connecting node AB ന്റെ angular acceleration. So in order to reach the values or calculate the values of acceleration, we should initially calculate velocities. So to calculate velocity, what the approach that I am taking is vectorial approach.
സോ അതിനെന്ത് ചെയ്യണം? വെക്ടോറിയൽ ഡയഗ്രാംസ് ക്രിയേറ്റ് ചെയ്യണം. വെക്ടോറിയൽ ഡയഗ്രാംസ് അല്ലെങ്കിൽ വെലോസിറ്റി ഡയഗ്രാംസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഐ ഷുഡ് ഹാവ് ആൻ ഇനീഷ്യൽ വാല്യൂ ഓഫ് വെലോസിറ്റി ഫസ്റ്റ്. ആ ഇനീഷ്യൽ വാല്യൂ ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഡാറ്റ വന്നിട്ടില്ല. ദ ക്രാങ്ക് OA റൊട്ടേറ്റ്സ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഡയറക്ഷനിൽ ക്രാങ്ക് OA റൊട്ടേറ്റ് ചെയ്യുന്നു. ഒരു RPM വാല്യൂ ഉണ്ട്, അതിൽ 200 RPM തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദ ഗിവൺ വാല്യൂ എന്താ? NOA is given as 200 RPM. അല്ലേ? NOA 200 RPM ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒമേഗ OA കണ്ടുപിടിക്കാം അല്ലേ? This is 2 pi n by 60. Tell me the value. ഇതിന്റെ വാല്യൂ എത്രയാണ്? എത്ര വാല്യൂ? 20.94 radians per second. This is the angular velocity of crank. Crank in the angular velocity. So after finding out the angular velocity of the crank, directly O fixed point a moving point, the rotating point. That means we can find out velocity of AO, VAO, or it can be simply written as what? VA itself. VA എന്ന് എഴുതാം. VAO എന്ന് എഴുതാൻ ആവശ്യമില്ല, VA എന്ന് എഴുതാം. കാരണം എന്താ? O ഫിക്സഡ് പോയിന്റ് ആണ് അല്ലേ? ഇങ്ങനെ എഴുതാം. What will be VA? Velocity of point A എന്തായിരിക്കും? Omega OA multiplied by length of the link OA. So in the value around, this is nothing but 20.94 multiplied by length of the link OA. OA actually 500 millimeter. 500 millimeter എന്ന് പറഞ്ഞാൽ 0.5 meter അല്ലേ? What is the value? Value around 10.47. 10.47. 10.47 unit meter per second. So this is the first initial value that you obtain for drawing the velocity diagram. ഇത്രയും സാധനം നോട്ട് ചെയ്ത് നോക്ക്. ഞാൻ ഇതിപ്പോ റബ് ഓഫ് ചെയ്യും. നോട്ട് ചെയ്തിട്ടില്ല ഇത്? So first value of velocity we obtained as 10.47 meter per second. VA, then VA is equal to 10.47 meter per second. Initial value. Now, അടുത്ത സ്റ്റേജ് എന്താ? Next stage is drawing or creating the velocity diagram. So for velocity diagram we have to generate a new scale. Because again we are going to represent a meter per second value or the magnitude of velocity as a vector. The vectors that we create are using straight lines which are measured in centimeter units. So we have to devise a new scale. So our scale device in new, I will divide 10.47 into 5 units, 5 or 6 or larger units. Units are not cool. What value are 10.47 by 5? Tell me. 2.09. 2.09. My scale for velocity 1 centimeter is equal to 2.09 meter per second. This will be the scale that I use to draw or create the velocity diagram. 1 centimeter is equal to 2.09 meter per second. Okay. ഈ സ്റ്റേജ് മനസ്സിലോർത്തോക്കണം. ഇതൊന്ന് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമല്ല. ഇത് യു ഷുഡ് ഗോ അലോങ് വിത്ത് ദ പ്രൊസീജിയർ. ഇത് എന്തിനാ ചെയ്യുന്നത്? ഞാൻ 5 യൂണിറ്റ്സ്
കുറച്ചും കൂടി ഫ്രാഗ്മെന്റ്സ് ആയി ഡിവൈഡ് ചെയ്യുന്നതിന് എനിക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ബിഗർ ഫിഗർ കിട്ടാൻ. ഇഫ് ഐ ഡിവൈഡ് ദിസ് യൂസിങ് 10 എനിക്ക് വളരെ സ്മോൾ വാല്യൂ കിട്ടും. ദാറ്റ് മീൻസ് 10 സെന്റിമീറ്ററിന്റെ ലൈനിലാണ് നിങ്ങൾ വെക്ടർ ഡയഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. യു വിൽ ഗെറ്റ് എ മച്ച് ബിഗർ വെലോസിറ്റി ഡയഗ്രാം. ബിഗർ വെലോസിറ്റി ഡയഗ്രാം കിട്ടുമ്പോഴുള്ള ഗുണം എന്താണെന്ന് അറിയാം, നിങ്ങൾക്ക് സ്കെയിൽ വെച്ചിട്ട് ആ വെലോസിറ്റി ഡയഗ്രാം മെഷർ ചെയ്യുമ്പോൾ മോർ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ബട്ട് കൂടുതൽ ബിഗർ ആകുന്ന സമയത്ത് നമുക്ക് കുറച്ച് വരക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ആവറേജ് സ്കെയിൽ, ഫിക്സ് ആൻ ആവറേജ് സ്കെയിൽ. ഞാൻ 5 യൂണിറ്റ് ആയിട്ട് എടുക്കുന്നു. 5 യൂണിറ്റ് എന്നത് മാൻഡേറ്ററി അല്ല. യു ക്യാൻ യൂസ് എനി ബിഗർ വാല്യൂ ഓൾസോ, ഫൈൻ. സോ 1 സെന്റിമീറ്റർ 2.09 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി ഡയഗ്രാം വരയ്ക്കുന്നത് നമ്മുടെ സ്കെയിൽ. ഇനി ലെറ്റ്സ് ക്രിയേറ്റ് ദ വെലോസിറ്റി ഡയഗ്രാം. വെലോസിറ്റി ഡയഗ്രാം ഞാൻ തൽക്കാലം ഇവിടെ വരാം. സോ വെലോസിറ്റി ഡയഗ്രത്തിന് ഇത് കുറച്ച് മേലെ മാറ്റി വെക്കണം. So velocity diagram scale എന്തായിരുന്നു? Velocity diagram scale 1 centimeter is equal to 2.09 meter per second. എങ്ങനെയാണ് വെലോസിറ്റി ഡയഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ? ഫസ്റ്റ് ഒരു പോള് ഫിക്സ് ചെയ്യണം അല്ലെ. പോൾ ഇവിടെ എന്താണ്? എന്റെ മെക്കാനിസത്തിലെ ഫിക്സഡ് ലിങ്ക് ആണ്. O എന്ന പോയിന്റ് മാത്രമാണ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഇത് O ആണെങ്കിൽ ഇവിടെയും O തന്നെയാണ് വരിക. ബോത്ത് ആർ ലിങ്ക് നമ്പർ 1 because they are fixed links. So I will start by fixing a pole. ഒരു പോൾ ഫിക്സ് ചെയ്യും. അതിന് ഞാൻ സ്മോൾ ലെറ്റർ O എന്ന് കൊടുക്കും. ഫസ്റ്റ് ഞാൻ വരക്കാൻ പോകുന്നത് എന്താണ്? എനിക്കറിയാം വെലോസിറ്റി വാല്യൂ എനിക്ക് അറിയുന്നത് എന്തിനാണ്? VO ന്റെ വാല്യൂ എനിക്ക് അറിയുന്നത് അല്ലെ. 10.47 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ആ VO നെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്ത സ്കെയിൽ എത്രയായിരുന്നു? 5 സെന്റിമീറ്റർ ആണ്. സോ ഫസ്റ്റ് ഞാൻ വരക്കാൻ പോകുന്ന 5 സെന്റിമീറ്റർ ലൈനാണ്. വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ദാറ്റ് ലൈൻ? ആ ലൈനിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കണം? ലിങ്ക് OAക്ക് പെർപെൻഡിക്കുലർ ആയി. വെരി ഗുഡ്. OA എന്ന് പറഞ്ഞ ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം അല്ലേ. തൽക്കാലം ഇത് റബ് ഓഫ് ചെയ്യുന്ന ആംഗുലർ ആക്സിലറേഷൻ. സോ കോൺഫിഗറേഷൻ ഡയഗ്രത്തിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓരോ ലിങ്കിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ സെഗ്മെന്റ് വരച്ചു കൊടുക്കാം. ഈ ലിങ്ക് ആണെങ്കിൽ ഈ ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഓരോന്നിനും വരച്ചു കൊടുക്കാം അല്ലെ. സോ നൗ ദ ഫസ്റ്റ് വെലോസിറ്റി വെക്ടർ ദാറ്റ് ഷുഡ് റെപ്രസെന്റ് ദ വെലോസിറ്റി ഓഫ് A about O. ഈ ലിങ്കുമായി റിലേറ്റഡ് വെലോസിറ്റി വെക്ടർ ഷുഡ് ബി ഇൻ ദിസ് ഓറിയന്റേഷൻ. സോ ആദ്യം ഞാൻ അത് ക്രിയേറ്റ് ചെയ്യണം. ആ ഓറിയന്റേഷനിൽ വരക്കുന്നത് 5 സെന്റിമീറ്റർ ആയിരിക്കും. സോ ഫ്രം ദ പോൾ ഐ വിൽ ഡ്രോ എ ലൈൻ. ദാറ്റ് ലൈൻ വിൽ ബി പാരലൽ ടു ദിസ് പെർപെൻഡിക്കുലർ ലൈൻ. സ്മോൾ ലെറ്റർ A കിട്ടും. ഞാൻ ഇതിന്റെ മേലെ എന്ത് ചെയ്യും? എയറോ റെഡ് മാർക്ക് ചെയ്യും. ദിസ് ഈസ് റെപ്രസെന്റിങ് വെലോസിറ്റി AO. ക്ലിയർ? ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? നിങ്ങൾ വരക്കുന്നുണ്ടോ അതിന്റെ കൂടെ? ഓക്കെ. ഫസ്റ്റ് ലൈൻ സെഗ്മെന്റ് ഇത് കിട്ടി. രണ്ടാമത്തെ എന്താണ്? നൗ കമ്മിങ് ടു ദ കണക്ടിംഗ് റോഡ്. ഇനി O എന്ന് പറഞ്ഞ പോയിന്റും A എന്ന് പറഞ്ഞ പോയിന്റും കൂട്ടി. എനിക്ക് ഇനിയുള്ളത് എന്റെ മെക്കാനിസത്തിലെ പോയിന്റ് B ആണ് അല്ലെ. ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ പോയിന്റ് B എന്ത് ചെയ്യണം? B കൺസിഡർ ചെയ്യാം. B becomes a part of connecting rod as well as the slider. രണ്ടും B ആണ്. So take connecting rod into consideration. So I'll have to find a velocity vector that will depict the relative velocity of B about A. A എവിടെയുണ്ട്? ആ വെലോസിറ്റി വെക്ടർ എങ്ങനെയായിരിക്കും? AB എന്ന് പറഞ്ഞ കണക്ടിംഗ് റോഡിന് പെർപെൻഡിക്കുലർ. സോ
ഫ്രം ദ പോയിന്റ് എ ഞാൻ ഈ കണക്ടിംഗ് റോഡിന് പെർപെൻഡിക്കുലർ ചെയ്യുന്ന റെഡ് ലൈൻ, ഈ റെഡ് ലൈനിന് പാരലൽ ആയിട്ടുള്ള ലൈൻ സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യും. ഈ പെർപെൻഡിക്കുലറിന് പാരലൽ ആയിട്ട് ഞാൻ ഇവിടെ ഒരു ലൈൻ സെഗ്മെന്റ് ക്രിയേറ്റ്. ഈ ലൈൻ സെഗ്മെന്റ് നീളം എത്ര നിനക്ക് അറിയില്ല, കാരണം എന്തുകൊണ്ടാണ്? ഐ ഡോണ്ട് നോ ദ മാഗ്നിറ്റ്യൂഡ് യെറ്റ്. ഇത് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ പോകുന്നതെന്നുള്ളതും ഞാൻ ഇപ്പം നോക്കുന്നില്ല. ഇത് ഓറിയന്റേഷൻ വിൽ ബി പെർപെൻഡിക്കുലർ ടു ദിസ് ലിങ്ക് എ ബി, അത് മാത്രമാണ് എനിക്ക് അറിയുന്നത്, അത് ഞാൻ വരച്ചു. സോ ഈ ദിസ് ലൈൻ സെഗ്മെന്റ് റെപ്രസെന്റ്സ് ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് പോയിന്റ് ബി അബൌട്ട് പോയിന്റ് എ. അത് ഇവിടെ ഇതിന്റെ മേലെ എവിടെ വേണ്ടിക്കുന്ന പോയിന്റ് ബി ക്യാൻ കം. അടുത്ത് എന്താ ചെയ്യേണ്ടത്? Now consider the point B in the slider. സ്ലൈഡറിന്റെ മേലെ ഈ പോയിന്റ് ബി ഉള്ളതാണ്, അത് കൺസിഡർ ചെയ്യാം. സോ സ്ലൈഡർ റിലേറ്റ് ചെയ്ത വെലോസിറ്റി വെക്ടർ ഓൾവേസ് എങ്ങനെയായിരിക്കും? ഒരു സ്ലൈഡ് ചെയ്യുന്ന ബോഡിയുടെ വെലോസിറ്റി വെക്ടർ എങ്ങനെയായിരിക്കും? എന്തിന് പാരലൽ? പാരലൽ ടു വാട്ട്? പാരലൽ ടു ദ സർഫസ് അല്ലേ? ഇത് മൂവ് ചെയ്യുന്ന സ്ലൈഡ് ചെയ്യുന്ന സർഫസ് എങ്ങനെയാണോ ആ സർഫസിന് പാരലൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഇത് മൂവ് ചെയ്യുന്നത് ഫിക്സഡ് ബോഡിയിലൂടെയാണ്. ഫിക്സഡ് ബോഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന O ആണ് അല്ലെ? സോ ദാറ്റ് വെക്ടർ ഷുഡ് ബി സ്റ്റാർട്ടിംഗ് ഫ്രം O. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? പാരലൽ ടു ദ സ്ലൈഡിംഗ് സർഫസ്. സ്ലൈഡിംഗ് സർഫസ് ഇങ്ങനെയാണെങ്കിൽ അതിന് പാരലൽ ആയിരിക്കണം. സോ ഞാൻ ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ലൈൻ സെഗ്മെന്റ്, ആ ലൈൻ സെഗ്മെന്റ് ഇങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, കാരണം ഇത് ഇങ്ങോട്ടും പോയ രണ്ടും ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഐ ഹാവ് ടു ഹാവ് എൻ ഇന്റർസെക്ഷൻ പോയിന്റ്. സോ ഐ സ്റ്റാർട്ട് എ പോയിന്റ് ലൈൻ സെഗ്മെന്റ് ഫ്രം O drawing towards this direction. ഈ ഡയറക്ഷൻ എങ്ങനെയാണ്? പാരലൽ ടു ദ സ്ലൈഡിംഗ് സർഫസ്. ഈ സ്ലൈഡ് ചെയ്യുന്ന സർഫസിന് പാരലൽ ആണ് ഈ ലൈൻ സെഗ്മെന്റ്. സോ ഈ ലൈൻ സെഗ്മെന്റ് ആരോ വേണ്ടി ഇങ്ങോട്ടും പോയി, അടുത്തത് ഇവിടെ ഇങ്ങോട്ടും പോയി, രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് സ്മോൾ ലെറ്റർ B. Now this will represent velocity AB. This will represent velocity BO. Sorry, AB alone. Velocity BA. And this will represent velocity BO and velocity B. ഇതാണ് എന്റെ വെലോസിറ്റി ട്രയാങ്കിൾ. ക്ലിയർ ആണോ? ഇതിന്റെ എന്റെ കൂടെ തന്നെ നിങ്ങൾ വരച്ചിട്ടെന്താ പറഞ്ഞാൽ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ നിങ്ങൾ സെപ്പറേറ്റ് ഇതിനെ കൊണ്ട് മെഷർ ചെയ്തിട്ട് എനിക്ക് എഴുതിയിട്ട് പറഞ്ഞു. വെലോസിറ്റി ഡയഗ്രം വരക്കല്ല, വേഗം വരക്ക്, അധികം സമയം എടുക്കല്ല. ജസ്റ്റ് ഒരു ട്രയാങ്കിൾ മാത്രമാണ്, പെട്ടെന്ന്. വരച്ചോ? എല്ലാവരും വരച്ചോ? വെലോസിറ്റി ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ ഉടനടി ചെയ്യേണ്ട വേറെ ഒന്നും ചിന്തിക്കണ്ട. ഡാറ്റ ഫ്രം വെലോസിറ്റി ഡയഗ്രം അത് സൈഡിൽ എഴുതി വെച്ചോളൂ. എല്ലാ ഡാറ്റയും ഇൻകർ ചെയ്ത് എഴുതി വെക്കുക. അതിന് പിന്നെ വേറെ ആലോചിക്കേണ്ട ആവശ്യമില്ല. സോ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനം എന്താ? നമുക്ക് ഓൾറെഡി VAO അറിയാം, അത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. അല്ലെങ്കിൽ VA കണ്ടുപിടിച്ചത് എത്രയായിട്ട് 10.47 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് അറിയാം. അതിന് നമ്മൾ വെലോസിറ്റി ഡയഗ്രം നോക്കേണ്ട ആവശ്യമില്ല. അടുത്ത വെലോസിറ്റി ഡയഗ്രം നോക്കിയത് കിട്ടുന്നത് എന്താ? VBA അറിയാം. വാട്ട് ഈസ് VBA? ദാറ്റ് വിൽ ബി ലെങ്ത് ഓഫ് വെക്ടർ AB. വെക്ടർ AB ന്റെ ലെങ്ത് ആയിരിക്കും VBA അല്ലേ? എത്ര ഇതിന്റെ ലെങ്ത്, ഈ വെക്ടറിന്റെ ലെങ്ത് എത്ര കിട്ടുന്നത് പറ? 2.8 സെന്റിമീറ്റർ ആണോ കിട്ടുന്നത്? 2.8 സെന്റിമീറ്റർ ആണോ ഞാൻ ഇവിടെ എഴുതേണ്ടത്?
അല്ല, എന്താ ചെയ്യേണ്ടത്? 2.8 into 2.094. വെരി ഗുഡ്. 2.8 into 2.09 എത്ര കിട്ടുന്നത്? ഇത് 2.8 സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. ബട്ട് വെലോസിറ്റി വാല്യൂ ഈ ബി യുടെ വാല്യൂ എത്രയായിരിക്കും? 2.8 മൾട്ടിപ്ലൈഡ് ബൈ 2.09 എത്ര വാല്യൂ ആണ്? 5.86. 5.86 വരുന്നുണ്ടല്ലേ? ഓക്കെ, 5.8 ഞാൻ എടുക്കുന്നു. 5.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷെ ഇതിൽ ആക്ച്വൽ ആൻസർ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശരിക്കും ഒരു മീറ്റർ പെർ സെക്കൻഡ് ഡിഫറൻസ് വരുന്നുണ്ട്. അത് ഈ ഫിഗർ വരച്ചതിലെ നിങ്ങൾ വരച്ചതിലെ ആക്യുറസി കുറവുകൊണ്ടാണ് അത്രയും ഡീവിയേഷൻ വരുന്നത്. അത്ര വരാൻ പാടില്ല. തൽക്കാലം 5. എല്ലാവർക്കും 5.8 ആണ് കിട്ടുന്നത്. അല്ല 5.4 VAB 5.4. ഓക്കെ, 5ന്റെ അടുത്തുള്ള വാല്യൂ ആണ് അക്സെപ്റ്റബിൾ. കാരണം ഇത് BP സിംഗിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റ് ബുക്കിൽ. സോ അതിന്റെ ആൻസർ 5 ആണ്. സോ 5ന്റെ അടുത്തുള്ള വാല്യൂ ഇരിക്കുന്നുണ്ട്. 5.4 എടുക്കാം നമുക്ക് തൽക്കാലം. ഓക്കെ ഓക്കെ ഇനി ഒരു സാധനം കൂടി ഉണ്ട്. വെലോസിറ്റി ഓഫ് BO അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് BO എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് B. വെലോസിറ്റി ഓഫ് B എന്താണ്? ലെങ്ത് ഓഫ് വെക്ടർ OB ആണ്. ലെങ്ത് ഓഫ് വെക്ടർ OB ആണ്. എത്ര ഈ വെക്ടറിന്റെ ലെങ്ത് എത്ര കിട്ടുന്നത്? 5.1. 5.1. എല്ലാവർക്കും കിട്ടിയ വാല്യൂ എത്ര കിട്ടുന്ന? വാല്യൂ എത്ര കിട്ടുന്നത്? എല്ലാവരും ചെയ്യും, ഓരോന്നും ചെയ്യും. എല്ലാവർക്കും വാല്യൂ സെയിം ആണോ കിട്ടുന്നത് നോക്ക്. Okay, 5.1 എടുത്താ 5.1 സെന്റിമീറ്റർ. സോ ആക്ച്വൽ വാല്യൂ എത്ര ആയിരിക്കും? ഇപ്പൊ VB-ന്റെ 5.1 മൾട്ടിപ്ലൈഡ് ബൈ 2.09 എത്ര വാല്യൂ കിട്ടുന്നത്? 10.65 മീറ്റർ പെർ സെക്കൻഡ്. ഈ വാല്യൂസ് എല്ലാം നോട്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോ ഇതെല്ലാം വായിക്കും. നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് ഇതൊക്കെയാണ്. വെലോസിറ്റി ഓഫ് VBA 5.47 meter per second. Velocity of B, which is 10.65 meter per second.
ഒരു ഡാറ്റയും കൂടി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആക്സലറേഷൻ ഓഫ് പോയിന്റ് ഇ കണ്ടുപിടിക്കാൻ പറ്റില്ല. ആക്സലറേഷൻ ഓഫ് പോയിന്റ് ഇ അറിയണമെങ്കിൽ നമുക്ക് ആദ്യം വെലോസിറ്റി ഓഫ് പോയിന്റ് ഇ അറിയണ്ടേ? യെസ്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുക? How will you find out velocity of point E? Ratio എടുക്കുക. എങ്ങനെയാണ് Ratio of Ratio of length equal to ratio of റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് റബ് ചെയ്യുന്നത് ഈ വാല്യൂ എല്ലാം പറഞ്ഞു നോട്ട് ചെയ്ത് വെച്ചില്ലേ? വാല്യൂസ് നോട്ട് ചെയ്ത് വെച്ചില്ലേ? സോ വെലോസിറ്റി ഓഫ് പോയിന്റ് ഇ കണ്ടുപിടിക്കണമെങ്കിൽ റേഷ്യോ എടുക്കണം. ആ റേഷ്യോ എങ്ങനെ വരിക ഞാൻ പറയാം. length AB by AE equal to AE by AE is equal to small BE divided by BE small AE divided by AB അല്ലേ? ഇതല്ലേ റേഷ്യോ അല്ലേ? അതെ. സോ എ ബി എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഈ വെക്ടറിന്റെ മേലെ എവിടെയാണ് ഇ എന്ന് പറഞ്ഞ പോയിന്റ് വരുന്നത്? അതെങ്ങനെ കണ്ടുപിടിക്കും? എ ഇ ക്യാൻ ബി ലൊക്കേറ്റഡ് ആസ് വാട്ട്? എ ഇ ബൈ എ ബി മൾട്ടിപ്ലൈഡ് ബൈ എ ബി. എ ഇന്റെ ലെങ്ത് എത്രയാണ്? വാട്ട് ഈസ് ദ ആക്ച്വൽ ലെങ്ത് ഓഫ് ഇ? സോറി, എ ഇ 450 mm ആണ് അല്ലേ? അല്ലേ? ഓക്കെ, 450 എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? 4.5. പറഞ്ഞോ. 4.5 സെന്റിമീറ്റർ അല്ലേ? അല്ലേ? 450 mm. ഞാൻ എല്ലാ സെന്റിമീറ്ററിൽ എഴുതാം. കാരണം എന്താ? എ ബി നമുക്ക് ഇവിടുന്ന് മെഷർ ചെയ്യണ്ടേ, ഇവിടുന്ന് സെന്റിമീറ്ററിൽ എഴുതും. സോ ബാക്കി എല്ലാ കാര്യം സെന്റിമീറ്ററിൽ എഴുതിയാൽ പോരാ. ഓക്കെ, എ ഇ എന്ന് പറഞ്ഞാൽ 450 mm ആണ്. സോ എത്ര സെന്റിമീറ്റർ ഞാൻ എഴുതുന്നത്? 4.5. ഈക്വേഷനിൽ പറ. ക്യാപിറ്റൽ എ ഇ, ക്യാപിറ്റൽ എ ഇന്റെ ഡിസ്റ്റൻസ് പറ. 4.5 by 4.5 450 mm എന്നുള്ള 4.5 സെന്റിമീറ്റർ ഡിവൈഡ് ബൈ എ ബി എത്രയാ? 15. ഓക്കെ, മൾട്ടിപ്ലൈഡ് ബൈ ലെങ്ത് ഓഫ് എ ബി എത്രയാ? ഈ സ്മോൾ ലെറ്റർ എ ബി, ലെങ്ത് ഓഫ് സ്മോൾ ലെറ്റർ എ ബി എന്ന് പറയുന്നത് വെക്ടറിലെ എ ബി ആണല്ലേ? ഇതിന്റെ ലെങ്ത് എത്ര മെഷർ ചെയ്ത് കിട്ടിയ? 2.6. ഈ വാല്യൂ എത്ര വരുന്നത് പറ. സോ വാല്യൂ ഓഫ് സ്മോൾ എ ഇ എത്ര വരുന്നത്? 4.5 divided by 15 multiplied by 2.6 എത്ര കിട്ടുന്നത്? 0.78 സെന്റിമീറ്റർ. 0.78. 0.78. എല്ലാവർക്കും അതൊന്നും കിട്ടുന്നത്? 0.81. ഓക്കെ, 0.78 0.8. ഞാനൊരു 0.8 എടുക്കും കേട്ടോ. ഞാനൊരു 0.8 എന്ന വാല്യൂല് സം ചെയ്യുന്നത് 0.78 0.81 ഏകദേശം 0.8 ആണ്. ഞാൻ 0.8 എടുക്കുന്നത് കേട്ടോ. Okay, sir. ഇതെങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വാല്യൂസ് വരുന്നത് എങ്ങനെയാണെന്ന് കിട്ടൂല. നിങ്ങൾ ആർ യു ലിസണിങ് ടു മീ? കേൾക്കുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? Sir. Okay. So 0.8 AE, small letter AE ന്റെ ഡിസ്റ്റൻസ് 0.8 സെന്റിമീറ്റർ ആണെങ്കിൽ ആ പോയിന്റ് എവിടെയാണ് വരിക? എ ഫ്രം ദ പോയിന്റ് എ ഇവിടുന്ന് 0.8 സെന്റിമീറ്റർ എടുത്താൽ എവിടെയാണ് കിട്ടുക? അവിടെയാണ് സ്മോൾ ലെറ്റർ ഇ വരേണ്ടത്. Now to find out velocity of point E, എന്ത് ചെയ്യണം? I have to join E to the fixed point. Fixed point like E നെ join ചെയ്യും. Join E to the fixed point.
ഇനി എന്ത് ചെയ്യാം? ടു കാൽക്കുലേറ്റ് വെലോസിറ്റി ഓഫ് ഇ, VE എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു ദ വെക്ടർ ഡിസ്റ്റൻസ് ഓഫ് OE. ഒരു സെക്കൻഡ്. വെക്ടർ ഡിസ്റ്റൻസ് ഓഫ് OE ആണ് അല്ലേ? Yes, sir. വെക്ടർ ഡിസ്റ്റൻസ് ഓഫ് OE എത്രയാണ് മെഷർ ചെയ്യും? ഈ ലെങ്ത് എത്രയാണ് മെഷർ ചെയ്തിട്ട് പറ? 4.8. This is 4.8 സെന്റിമീറ്റർ അല്ലെ? 4.8 സെന്റിമീറ്റർ. 4.8 സെന്റിമീറ്റർ എന്നാണോ ഞാൻ എഴുതണ്ടല്ലോ? സോ ദിസ് ഷുഡ് ബി 4.8 മൾട്ടിപ്ലൈഡ് ബൈ 2.0. എത്രയാണ് വാല്യൂ വരിക? 10.05 meter per second. 0.05 meter per second. This is the value of velocity of point E. Clear? Yes, sir. Okay, ഇത്രയും നോട്ട് ചെയ്ത് നോക്ക്. ഇത്രയും ഡാറ്റ വി ആർ ഒബ്റ്റൈനിങ് ഫ്രം ദ വെലോസിറ്റി ഡയഗ്രം. നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഇനി ആയില്ല, കാരണം വി ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് ആക്സിലറേഷൻസ്. In order to obtain accelerations, initially we should have the values of velocities. ഇത്രയും ഡാറ്റ ക്ലിയർ അല്ലേ? Yes, sir. സോ വെലോസിറ്റി ആയി റിലേറ്റ് ചെയ്യാൻ പറഞ്ഞോ, ആയിക്കോട്ടെ. നേരത്തെ എടുത്ത 450 mm 45 സെന്റിമീറ്റർ ആയിരുന്നു. മനസ്സിലായില്ല എനിക്ക് ഏതാന്ന് ചോദിക്കുന്നത്, എനിക്ക് തിരിഞ്ഞ് ക്ലിയർ ആവുന്നില്ല. ഇതല്ലേ എന്റെ റേഷ്യോ? ഇതല്ലേ ഇത് എനിക്ക് ക്ലിയർ ആവുന്നില്ല പറയുന്നത്. 4.5 ഉള്ളത് 45 അല്ലേ? അത് എംഎമ്മിന് ഈ 4.5 ആണോ പറയുന്നത്? ഏത് ഈ റേഷ്യോ അല്ലേ? ഇല്ല, മാറ്റിയില്ല. പ്രശ്നം ഏത് സെന്റിമീറ്ററിലേക്ക് മാറ്റിയില്ലെങ്കിലാ? അതെ, റേഷ്യോ ആണ്. എല്ലാ യൂണിറ്റും ക്യാൻസൽ ആയി പോകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ നേരത്തെ സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോ 45 അപ്പൊ ഇത് 450 ആയിരുന്നു അല്ലേ? ഇതല്ല, ഈ ലെങ്ത് ആണ് നിങ്ങൾ അല്ല 450 ആണല്ലേ? ഓക്കെ, കറക്റ്റ്.
അപ്പൊ വാല്യൂ എത്ര വരുന്നത്? അതേ വാല്യൂ. കറക്റ്റ് തന്നെയാണ്. ഇവിടെ 4.5 അല്ല, ഐ ഷുഡ് ഹാവ് റിട്ടൺ 45. കറക്റ്റ് ആണ്. 4.5 ഷുഡ് ബി 45. യൂണിറ്റ് മാറ്റണമെന്നൊന്നുമില്ല, ഞാനത് നിങ്ങൾക്കുള്ളൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ വെലോസിറ്റി ഡയറക്റ്റ് മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി സെന്റിമീറ്റർ സ്കെയിലല്ലേ വരച്ചത്, അതുകൊണ്ട് ആ കൺഫ്യൂഷൻ ഒഴിവാട്ടെ എന്ന് ചോദിച്ചിട്ടാണ്. എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. ക്ലിയർ? ഇതെന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ്. 4.5 അല്ല 450 ആണ്. 45 എന്നുള്ള എന്റെ മനസ്സിൽ കിടന്നു. ദിസ് ഇസ് 45 മില്ലിമീറ്റർ സെന്റിമീറ്റർ. ഓക്കെ, ഓക്കെ, ഫൈൻ. അങ്ങനെയാകുമ്പോൾ ഇത് 150 ആണ് വരിക. മില്ലിമീറ്റർ ആണ്, സെന്റിമീറ്റർ എടുക്കുമ്പോൾ 15 തന്നെ വരിക. ക്ലിയർ? സെന്റിമീറ്റർ എടുക്കുമ്പോൾ 15 തന്നെയാണ് വരിക. AB അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടായില്ലേ? വായിക്കട്ടെ ഇത്. അല്ല, ഇത് ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? സോ വെലോസിറ്റി ഡയഗ്രാമിലേക്ക് ഡാറ്റയും നമ്മൾ എഴുതി വെച്ചു. ഇനി എന്താ വേണ്ടത്? ഇനി വി ഹാവ് ടു ക്രിയേറ്റ് ദ ആക്സിലറേഷൻ ഡയഗ്രാം. ഈ ആക്സിലറേഷൻ ഡയഗ്രാം വരക്കാനുള്ള സ്റ്റെപ്സും സിമിലർ ടു ദ സെയിം സ്റ്റെപ്സ് ആണ്. ഇന്നലെ എന്തൊക്കെയാണ് ഉണ്ടായത്, സെയിം സിമിലർ സ്റ്റെപ്സ് ആണ് ആക്സിലറേഷൻ ഡയഗ്രാം വരക്കാനുള്ളത്. ഡിഫറൻസ് ചെയ്യാൻ പറഞ്ഞല്ലോ. ദ ഡിഫറൻസ് വിൽ കം വെൻ യു ഡ്രോ ദ ആക്സിലറേഷൻ വെക്ടർ റിലേറ്റഡ് ടു ദ സ്ലൈഡർ. റിലേറ്റ് ചെയ്ത വെക്ടർ വരക്കുമ്പോൾ മാത്രമേ ചെറിയൊരു സ്മോൾ ഡിഫറൻസ് വരും. സോ ആക്സിലറേഷൻ ഡയഗ്രാം വരക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് വാസ് ദ കൺസെപ്റ്റ് ബിഹൈൻഡ് ആക്സിലറേഷൻസ് ഇൻ മൂവിംഗ് ലിങ്ക്സ്? എന്തൊക്കെയാണ് ആക്സിലറേഷൻ ഡയഗ്രാം വരക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വെരി ഗുഡ്. ആക്സിലറേഷന് 2 കോമ്പണന്റ്, ഓൾവേസ് 2 കോമ്പണന്റ്സ് വിൽ ബി ദർ. എന്തൊക്കെയാണ്? റേഡിയൽ കോമ്പണന്റ്, സെൻട്രിപിറ്റൽ കോമ്പണന്റ് അല്ലെങ്കിൽ റേഡിയൽ കോമ്പണന്റ് ആൻഡ് ടാൻജൻഷ്യൽ കോമ്പണന്റ്. യെസ്, ബൈ തിയറി നമുക്ക് ശരിക്കും എല്ലാ സാധനത്തിനും എന്തുകൊണ്ടാണ് 2 കോമ്പണന്റ് ഉണ്ടാവും. പക്ഷേ ദിസ് ടിപ്പിക്കൽ എക്സാമ്പിൾ, ഇത് 4 ബാറിനെക്കാട്ടി കുറച്ചും കൂടി നല്ലൊരു എക്സാമ്പിൾ ആണ് ഒരു സ്ലൈഡർ ക്യാമറ. കാരണം ഇവിടെ റൊട്ടേറ്റിംഗ് ക്രാങ്കും ഉണ്ട്, സ്ലൈഡ് ചെയ്യുന്ന സ്ലൈഡറും ഉണ്ട്. ഇവിടെ മാത്രം ചെറിയൊരു ഡിഫറൻസ് വരും. ആലോചിച്ചോ, ക്വസ്റ്റ്യനിൽ പറഞ്ഞത് the crank OA is rotating at 200 rpm in the clockwise direction എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. സോ 200 rpm റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡി എന്ന് മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഈ 200 rpm ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്നില്ല. 200 rpm ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു എപ്പം? if there was one more value given with respect to this rotating crank. If any value of angular acceleration, angular acceleration അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ദ സ്പീഡ് ഒക്കെ ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാം ഇതിനുള്ള ആംഗുലർ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടേ നിൽക്കും. ബട്ട് സിൻസ് നത്തിങ് ലൈക്ക് ദാറ്റ് ഈസ് മെൻഷൻ ആൻഡ് നോ വാല്യൂ ഓഫ് ആംഗുലർ ആക്സിലറേഷൻ ഈസ് ഗിവൻ ഫോർ ദ ക്രാങ്ക്, വാട്ട് വി ഹാവ് ടു അസ്യൂം ഈസ് ദിസ് 200 rpm, the speed, ഇതിന് തന്നിട്ടുള്ള സ്പീഡ് ഷുഡ് ബി കോൺസ്റ്റന്റ്. ആ അസംഷനിൽ പോകണം. കാരണം ഇതിൽ ചേഞ്ചിനെ പറ്റി ഒന്നും പറയുന്നില്ല. So whenever for a rotating link, if the magnitude of speed or magnitude of velocity does not change, അവിടെ ആക്സിലറേഷന്റെ ഏത് കോമ്പണന്റ് മാത്രമേ ഉണ്ടാവും? ഏത് കോമ്പണന്റ് ഉണ്ടാവുക? റേഡിയൽ മാത്രം. ടാൻജൻഷ്യൽ കോമ്പണന്റ് ഉണ്ടാവില്ല. കാരണം എന്താ? ടാൻജൻഷ്യൽ കോമ്പണന്റ് ഓൾവേസ് ജനറേറ്റ്സ് by virtue of change in magnitude of velocity. Since here no magnitude of velocity, the change in magnitude is not occurring, നമുക്ക് എന്ത് പറയാം? The crank OA അല്ലെങ്കിൽ acceleration related to any point on the crank OA, there will only be generation of radial component, no tangential component. Clear ആണോ? അതേസമയം നമ്മൾ വരക്കുന്നതിന് ഒന്നും കൂടി മനസ്സിലാക്കുക. ഇത് മനസ്സിൽ കണ്ടിട്ട് വേണം വരക്കാൻ നിൽക്കാൻ. ബി എന്ന് പറഞ്ഞ ബോഡി എന്താ? ഇവിടെ ഈ 4th ലിങ്കിൽ സ്ലൈഡർ ആണ് അല്ലെ? സ്ലൈഡറിന് ആകെയുള്ള എന്താ? മൂവ് ചെയ്യുന്നുണ്ട്. ബട്ട് അതൊരു ട്രാൻസ്ലേറ്ററി മോഷൻ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ട്രാൻസ്ലേറ്ററി മോഷൻ മാത്രമാണ് സ്ലൈഡറിന് ഉണ്ടാകുന്നത്. സോ അവിടെ ഈ മൂവ് ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ മാറുന്നേ ഇല്ല. ഓൾവേസ് പാരലൽ ടു ദ പാത്ത് ആണ് അല്ലെ?
അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും പാത്തിന് Yes, sir. പാരലായിട്ട് മാത്രമേ മൂവ് ചെയ്യൂ. സോ വൈൽ ഡ്രോയിങ് അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് ദ ആക്സിലറേഷൻ ഡയഗ്രം, when it comes to the acceleration vectors for the slider, നമുക്ക് ഒരു കോമ്പണന്റ് മാത്രമേ ഉണ്ടാവൂ, ടാൻജൻഷ്യൽ കോമ്പണന്റ് മാത്രം. കാരണം ടാൻജൻഷ്യൽ കോമ്പണന്റ് ഒക്കർ ചെയ്യുന്നത് എപ്പോഴാണ്? സോറി, റേഡിയൽ കോമ്പണന്റ് ഒക്കർ ചെയ്യുന്നത് എപ്പോഴാണ്? ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി മാറിക്കൊണ്ടേയിരിക്കുമ്പോഴാണ് റേഡിയൽ കോമ്പണന്റ് ഉണ്ടാകുന്നത്. ഇവിടെ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി, സ്ലൈഡറിന്റെ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി മാറുന്നേയില്ല. സോ ദർ വോണ്ട് ബി എനി റേഡിയൽ കോമ്പണന്റ്. ഇവിടെ ഓൺലി എന്തുണ്ടാവും? ടാൻജൻഷ്യൽ കോമ്പണന്റ് മാത്രം. ബട്ട് ഇൻ കേസ് ഓഫ് കണക്ടിങ് റോഡ് രണ്ട് കോമ്പണന്റ് ഉണ്ടാവും, റേഡിയൽ കോമ്പണന്റ് ഉണ്ടാവും, ടാൻജൻഷ്യൽ കോമ്പണന്റ് ഉണ്ടാവും. ക്ലിയർ ആണോ? Yes, sir. Yes, sir. Now let us start drawing the acceleration diagram by first getting an initial value of acceleration. ആദ്യ acceleration initial value കിട്ടും. ആ initial value നമുക്ക് ഓരോ ലിങ്ക് ആയിട്ട് എഴുതാം. ഫസ്റ്റ് വൺ ലിങ്ക് OA അല്ലെങ്കിൽ ലിങ്ക് 1. ഓക്കെ, ലിങ്ക് 1നെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് എന്തില്ല, ഓൺലി റേഡിയൽ കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ ഉള്ളൂ. സോ AR AO അല്ലെങ്കിൽ OA എങ്ങനെ വിളിക്കുന്നത്? വാട്ട് ഈസ് AR AO? വെലോസിറ്റി AO സ്ക്വയർ അല്ലേ, ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദ ലിങ്ക് OA അല്ലെങ്കിൽ AO. ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് പറയാം? വെലോസിറ്റി ഓഫ് AO എത്രയായിരുന്നു? 10.47 അല്ല. സോ 10.47 whole square divided by what was the length of the link? Length of the link എത്ര? 500 mm, 0.5 meters. What is the value? ഇതിന്റെ വാല്യൂ എത്ര? 219.24 meter per second square. 219.24. Okay. 24 meter per second square. Seconds. So initial value of acceleration will look at. Using this acceleration, we have to develop a new scale in order to draw the acceleration diagram. Okay. So 219.24 meter per second square. This note is it. Yes, sir. Okay. 219.24 meter per second square. So acceleration diagram scale. Acceleration. Scale device name. That is 219.24 divided by 5G. That's right, man. 43.84 meter per second square. So, and the scale and 1 centimeter is equal to 43.84 meter per second square. This is my scale for drawing acceleration. Clear or not? Okay. Yes, sir. Note it also. Any straight away acceleration diagram 1 centimeter is equal to 43.84 meter per second square. Acceleration diagram വരക്കാൻ നമുക്ക് ഒന്നിക്കൽ വെലോസിറ്റി ഡയഗ്രം അല്ലെങ്കിൽ കോൺഫിഗറേഷൻ ഡയഗ്രം രണ്ടുണ്ടായാലും നമുക്ക് വരക്കാം. ഞാൻ രണ്ടും കമ്പയർ ചെയ്തിട്ട് പറയാം. ഓക്കെ, തൽക്കാലം ഞാൻ റഫ് ആയിട്ട് നമ്മൾ നേരത്തെ വരച്ച വെലോസിറ്റി നേരത്തെ വരച്ച് കഴിഞ്ഞതാണ്. ഞാൻ സിംപ്ലി വരക്കുന്നതേ ഉള്ളൂ. റഫായിട്ട് വരച്ചിട്ടുള്ളത് ആക്സിലറേഷൻ ഡയഗ്രം ഞാൻ ഇവിടെ വരക്കാം. സോ ആക്സിലറേഷൻ ഡയഗ്രം വരക്കാനോ ആദ്യം എന്ത് ചെയ്യണം? ഐ ഹാവ് ടു ഹാവ് എ പോൾ. ഒരു പോൾ ഉണ്ടാവും. ആ പോള് ഫിക്സഡ് ലിങ്കിനെ റെപ്രസെന്റ് ചെയ്യണം. സോ ഞാൻ ഇവിടെ പോള് ഫിക്സ് ചെയ്യും. വെലോസിറ്റി ഡയഗ്രത്തിൽ ആ പോൾ O ആയിരുന്നെങ്കിൽ ആക്സിലറേഷൻ ഡയഗ്രത്തിൽ O ഡാഷ്. ഓക്കെ, O ഡാഷ് എന്ന് എന്റെ ഫസ്റ്റ് വെലോസിറ്റി, സോറി ഫസ്റ്റ് ആക്സിലറേഷന്റെ ലൈൻ സെഗ്മെന്റ് എങ്ങനെയാണ് കണ്ടത്?
ആദ്യത്തെ ആക്സിലറേഷൻ വെക്ടർ എന്തിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത്? പാരലൽ ടു ലിങ്ക് OA. അല്ല, അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? ഏത് ബോഡിന്റെ ആക്സിലറേഷൻ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? OA യുടെ റേഡിയൽ കോമ്പൗണ്ട് ഓഫ് ആക്സിലറേഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്. It represents the vector for radial component of acceleration A, അല്ലെ, about O. ഇതിന്റെ റേഡിയൽ കോമ്പണന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് വരക്കാൻ പോകുന്നത്. ആ ലൈൻ സെഗ്മെന്റ് പറഞ്ഞതുപോലെ കറക്റ്റ് റേഡിയൽ കോമ്പണന്റ് ആണ്. റേഡിയൽ കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ O ന്റെ വെലോസിറ്റി വെക്ടർ ഇങ്ങനെയായിരുന്നെങ്കിൽ വെലോസിറ്റി വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ് റേഡിയൽ കോമ്പണന്റ് ആണ്. സോ O എന്ന് പറഞ്ഞ വെലോസിറ്റി വെക്ടറിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാരലൽ ടു ദ ലിങ്ക് OA ആണ്, അല്ലെ? ഇനി ആ പാരലൽ ലൈൻ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കണം, ഇവിടുന്ന് മേലേക്ക് വരക്കണം? ഉറപ്പാണോ? താഴോട്ടേക്കാണോ? എന്തുകൊണ്ടാണ് താഴോട്ടേക്ക് എന്ന് പറയാൻ കാരണം? ഡയറക്ഷൻ ഇൻവേർട്സ് ആയിരിക്കില്ലേ? വെരി ഗുഡ്. കാരണം എന്താ? ദിസ് ഈസ് റൊട്ടേറ്റിംഗ് ക്ലോക്ക് വൈസ് ആണ്, ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഈ പോയിന്റിന്റെ വെലോസിറ്റി വെക്ടർ ഈ ഡയറക്ഷൻ ആണ്, ഇതിന് പെർപെൻഡിക്കുലർ ഈ ഡയറക്ഷൻ ആണ്, ഇങ്ങോട്ടാണ് പോകുന്നത്, അല്ലെ? സോ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുന്ന് ഇൻവേർട്സ് ആയിട്ടായിരിക്കും റേഡിയൽ കോമ്പണന്റ് ഉണ്ടാവുന്നത്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. സോ ഡെഫിനറ്റ്ലി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ ആ ഡയറക്ഷൻ ഞാൻ ഇതിന് പാരലായിട്ട് 5 സെന്റിമീറ്റർ ലൈൻ എങ്ങനെ വരക്കും? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരക്കും. ഇത് രണ്ടും പാരലൽ ആണ്. ഫ്രീ ഹാൻഡ് ആയിട്ട് വരക്കുമ്പോൾ ലേശം മാറ്റം ഉണ്ടാവും. പാരലൽ ലൈനാണ്. Let this point be A dash. ഇത് A dash ആണ്. ഞാൻ എയറോ ഹെഡ് കൊടുക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്, O ഡാഷിന് എയിലേക്ക്. ഇതിന്റെ അർത്ഥം എന്താ? ദിസ് റെപ്രസെന്റ്സ് റേഡിയൽ കോമ്പണന്റ് AR AO, അല്ലേ? ക്ലിയർ അല്ലേ? ഈ വരച്ചത് ക്ലിയർ അല്ലേ? അടുത്തത് A dash എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. എനിക്ക് I have to reach to the point representing B. So next I have to move to the connecting rod. B can be considered as a point which comes itself on the connecting rod as well as on the slider, അല്ലെ? ഈ എന്ന് പറഞ്ഞ പോയിന്റ് സ്ലൈഡറിന്റെ മുകളിലും ഉണ്ട്, കണക്ടിംഗ് റോഡിന്റെ മുകളിലും ഉണ്ട്. So definitely I have to jump from the crane, I have to jump into the connecting rod section. So connecting rod ലേക്ക് പോകുമ്പോൾ ലിങ്ക് നമ്പർ 3 ആണ്. ഞാൻ തൽക്കാലം So link number 3, connecting rod. ആദ്യമേ നമ്മൾ മനസ്സിലാക്കി വെച്ചു, this connecting rod should have 2 components of acceleration. രണ്ടും ഉണ്ടാകും. So അത് നമുക്ക് എഴുതി നോക്കാം. ലിങ്ക് 3 അല്ലെങ്കിൽ AB. ഇതുവരെ വരുന്നത് ആക്സിലറേഷൻ എന്തൊക്കെയാണ്? ആക്സിലറേഷൻ ഓഫ് റേഡിയൽ കോമ്പണന്റ് ഓഫ് ARBA, അല്ലേ? ARBA എന്ന് പറയുന്നത് VBA whole square divided by length of the link BA and AB. VBA ന്റെ വാല്യൂ എത്രയായിരുന്നു? We have found out that from the velocity diagram. What was the value of VBA? 5.4 അങ്ങനെ ആയിരുന്നില്ലേ? 5.4. So 5.4 whole square divided by length of the link BA. Length of the link BA എത്രയാ? $1,500 millimeter. 1.5 meter. Correct. What is the value? In the value എത്രയാ? 0.45 centimeter. So ARBA is equal to 0.45 meter per second square. 0.45 meter per second square ആണെങ്കിൽ ഈ ARBA റെപ്രസെന്റ് ചെയ്യേണ്ട ലൈൻ സെഗ്മെന്റ് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? നമ്മളുടെ സ്കെയിൽ ഫോർ ആക്സിലറേഷൻ ഡയഗ്രം എന്തായിരുന്നു? വാട്ട് വാസ് ദ സ്കെയിൽ? 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു എത്ര സ്കെയിൽ എടുത്ത നമ്മുടെ ആക്സിലറേഷൻ ഡയഗ്രത്തിന്? 43.84. എത്ര? 43.84.
43.84 അല്ലേ? സോ 1 സെന്റിമീറ്റർ 43.84 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 0.45 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്ക് എത്ര സെന്റിമീറ്റർ കൊണ്ട് കാണിക്കാം? So acceleration value 0.45, 19.75. 19.44 ആണ്. മനസ്സിലാകുന്നില്ല? സർ Acceleration ABA ARBN വാല്യൂ ഇതല്ലേ? അല്ലല്ല, 0.4 എത്ര ഇതിന്റെ വാല്യൂ എത്ര? ARBN വാല്യൂ എത്രയാ? 19.44. 19.75. 19.74. 19.44. 19.44. Okay. 19.44. 19.44 ആയിട്ടല്ലേ? ഡിഫറൻസ് ഉണ്ടാവും. കാരണം വെച്ചാൽ 5 ആക്ച്വൽ ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ 5 ആണ്, ഇവിടെ 5.4 ആണ്. സോ ഡിഫറൻസ് ഉണ്ടാവും. സോ 19.44 ആണ്. ഇത് എത്ര സെന്റിമീറ്റർ റെപ്രസെന്റ് ചെയ്യാൻ പറ? 19.44 divided by 43.84 ഇതാ പറയാ. Yes. 0.44. 0.44 centimeters. That means, okay, ARBA should be represented in the acceleration diagram as 0.44 centimeter. അല്ലേ? Yes, sir. ഇത് നോട്ട് ഞാനിപ്പോ ഇത് മായ്ക്കും. So 0.44 centimeter ആണ് നമുക്ക് വേണ്ടത്. ആ 0.44 ഞാൻ എങ്ങനെ വരയ്ക്കും? I have to start from A dash. A dash എന്ന് പറഞ്ഞപ്പോൾ എന്നെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എങ്ങോട്ടാ വരയ്ക്കുക? ABക്ക് parallel. വെരി ഗുഡ്. റേഡിയൽ കോമ്പണന്റ് ഓഫ് B about A ആണ് ഞാൻ വരക്കാൻ പോകുന്നത്. ടോട്ടൽ ആക്സിലറേഷൻ ഓഫ് B അല്ല. റേഡിയൽ കോമ്പണന്റ് ഓഫ് B about A ആണ്. സോ ആ റേഡിയൽ കോമ്പണന്റ് എങ്ങനെയായിരിക്കണം? ഇതിന്റെ വെലോസിറ്റി വെക്ടറിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഈ ലിങ്കിന് പാരലൽ അല്ലേ? സോ ഈ ലിങ്കിന് പാരലൽ ആയിട്ട് ഞാൻ ഒരു ലൈൻ സെഗ്മെന്റ് ഇങ്ങനെ വരക്കും. ആ ലൈൻ സെഗ്മെന്റ് ലെങ്ത് എത്രയായിരിക്കണം? വെറും 0.44 സെന്റിമീറ്റർ. ചെറിയ ഇതിന് പാരലൽ ആയിട്ട് വളരെ ചെറിയൊരു ലൈൻ സെഗ്മെന്റ് വരും. ഈ പോയിന്റ് നമ്മൾ എന്താ പേര് കൊടുക്കുക? ബി ഡാഷ് ആണോ? ബി ഡാഷ് ആണോ അത്? അല്ല, ബി ഡാഷ് അല്ല. കാരണം അത് വെറും റേഡിയൽ കോമ്പണന്റ് ആണ് അല്ലേ? ഇത് നമുക്ക് തൽക്കാലം എക്സ് ഡാഷ് എന്ന് പേര് കൊടുക്കും. കാരണം വെക്ടർ സം ഓഫ് റേഡിയൽ കോമ്പണന്റ് പ്ലസ് ടാൻജൻഷ്യൽ കോമ്പണന്റ് will only give you total acceleration. So this represents only what the radial component. So this is ഈ ലൈൻ സെഗ്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ARBA നെയാണ്. ARBA. സോ ഇത് ARBA ആണെങ്കിൽ ഇതിന്റെ ടാൻജൻഷ്യൽ കോമ്പണന്റ് എങ്ങനെ ഉണ്ടാവുക? വെരി ഗുഡ്. ARBA അല്ലെങ്കിൽ A dash X dash പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലേ? സോ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് if you draw a line segment ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എന്തിനാണ്? ടാൻജൻഷ്യൽ കോമ്പണന്റ്. ഈ പെർപെൻഡിക്കുലർ മേലോട്ടും പോവാ താഴോട്ടും പോവാട്ടോ. ഞാൻ താഴേക്ക് നീട്ടി വരക്കുന്നത്. മേലേക്കും പോവാ താഴേക്കും പോവാ. ഞാൻ വരച്ചെന്താ? I have simply generated a perpendicular line ആണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാവില്ല. റേഡിയൽ കോമ്പണന്റ് ലൈൻ സെഗ്മെന്റ് കിട്ടി. ഞാൻ അതിന് എക്സ് ഡാഷ് എന്ന് പേര് കൊടുത്തു. ഞാൻ ഇവിടുന്ന് സെയിം ബി എന്റെ ടാൻജൻഷ്യൽ കോമ്പണന്റ് വരക്കാൻ എന്ത് ചെയ്താൽ മതി? I am going to draw a perpendicular line. ഈ റേഡിയൽ കോമ്പണന്റ് പെർപെൻഡിക്കുലർ ആയിട്ട് നീട്ടി വരക്കുന്നു. മേലേക്കും താഴേക്കും എങ്ങോട്ട് വേണമെങ്കിലും വരക്കാം. കാരണം എനിക്കത് എങ്ങോട്ടും പോവാന്ന് അറിയാം. ഓൺലി തിങ് ഇസ് ദിസ് ഷുഡ് റിമെയിൻ പെർപെൻഡിക്കുലർ. ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. സോ ഈ ലൈൻ സെഗ്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ടാൻജൻഷ്യൽ കോമ്പണന്റ് ആണ് അല്ലേ? ദിസ് റെപ്രസെന്റ്സ് A
ടി ബി എ ടി ബി എ ആണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങോട്ടോ ആവാം ബോത്ത് സൈഡ്സ്. നെക്സ്റ്റ് എന്താ? നൗ കൺസിഡർ ബി ആസ് എ പോയിന്റ് ഓൺ ദ സ്ലൈഡർ. ഇതുവരെ നമ്മൾ ബിനെ കണക്ടിംഗ് റോഡിലെ പോയിന്റ് ആയിട്ട് എടുത്ത്. നൗ കൺസിഡർ ബി ആസ് എ പോയിന്റ് ഓൺ ദ സ്ലൈഡർ. സോ സ്ലൈഡർ ആണ്, സ്ലൈഡർ സ്ലൈഡ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണ്. സോ എനി ഒബ്ജക്ട് വിച്ച് only has a translatory motion, considering its acceleration, it will possess only one single component, which will be the tangential component. Right? Yes, sir. Okay. So tangential component. So tangential component എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഫിക്സഡ് സർഫസിന് മേലെ കൂടിയാണ് സ്ലൈഡ് ചെയ്യുന്നത്. ഫിക്സഡ് സർഫസ് റെപ്രസെന്റ് ചെയ്യുന്ന o' എന്ന പോയിന്റ് ഉണ്ട്. So the vector representing the acceleration or tangential component of acceleration of b, അത് എവിടെ നിന്നായിരിക്കണം ഒറിജിനേറ്റ് ചെയ്യേണ്ടത്? ഓയിൽ നിന്നാണ്. ആ ഓയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യേണ്ട വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കണം? ഈ സർഫസിന് പാരലൽ ആയിരിക്കണം, സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം. അത് അങ്ങോട്ടും വരക്കാം, ഇങ്ങോട്ടും വരക്കാം. ഇത് അങ്ങോട്ട് പോയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് ഇൻഫിനിറ്റിയിലേക്ക്, ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. എനിക്കൊരു ഇന്റർസെക്ഷൻ പോയിന്റ് കിട്ടില്ല. ഓൺലി ടു ഒബ്റ്റെയിൻ ദാറ്റ് ആസ് എൻ ഇന്റർസെക്ഷൻ പോയിന്റ് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിന് പാരലൽ ടു ദിസ് സർഫസ് ഞാൻ ഇത് ഇങ്ങോട്ടേക്ക്. ക്ലിയർ ആണോ? ഞാൻ വരച്ച ക്ലിയർ അല്ലേ? Yes, sir. Okay. So this represents, ഈ ലൈൻ സെഗ്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന എ പി ബി ഒ ആണ് ടാൻജൻഷ്യൽ കോമ്പണന്റ്. സിൻസ് സ്ലൈഡർ എന്ന സാധനത്തിന് ടാൻജൻഷ്യൽ കോമ്പണന്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എന്താണ് ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ടോട്ടൽ ആക്സലറേഷൻ ഓഫ് സ്ലൈഡർ ബി. ഈ പോയിന്റ് ആണ് എന്റെ ബി ഡാഷ് അല്ലേ? ആണോ ഇല്ലയോ? Sir. അല്ലേ? ബട്ട് റിലേറ്റീവ് ആക്സലറേഷൻ ഓഫ് ബി അബൌട്ട് പോയിന്റ് എ ആണ് ഞാൻ നോക്കുന്നതെങ്കിൽ അത് എന്തായിരിക്കണം? വെക്ടർ സം ഓഫ് റേഡിയൽ കോമ്പണന്റ് ഓഫ് ആക്സലറേഷൻ ഓഫ് എ അബൌട്ട് ബി പ്ലസ് ടാൻജൻഷ്യൽ കോമ്പണന്റ് ഓഫ് ആക്സലറേഷൻ ഓഫ് എ അബൌട്ട് ബി. ഇതിന്റെ രണ്ടിന്റെ വെക്ടർ സം ആയിരിക്കണം. ആ വെക്ടർ സം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും ആണ് ഈ വെക്ടർ പോകുന്നത് അല്ലേ? ദാറ്റ് മീൻസ് ദ റിസൾട്ടന്റ് ഷുഡ് ബി ഇങ്ങോട്ട്. ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും പോയാൽ ഇവിടെ ഇങ്ങോട്ടല്ല. ഈ ലൈൻ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഏറോ വേണ്ടി ഇങ്ങോട്ട് വരണം. കാരണം റിസൾട്ടന്റ് അല്ലെ? റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഹെഡ് ടു ടെയിൽ റിലേഷൻ അല്ല. ഇവിടുന്ന് ഇങ്ങോട്ട് ഏറോ മാർക്ക്, ഇവിടുന്ന് ഇങ്ങോട്ട് ഏറോ മാർക്ക്, അവിടെ ഇങ്ങോട്ടായിരിക്കാൻ പാടില്ല റിസൾട്ടന്റ്. അതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്. ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. റിസൾട്ടന്റ് ഇല്ല എന്നർത്ഥം. റിസൾട്ടന്റ് ആക്സലറേഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? ഇവിടെ ഇങ്ങോട്ട് ഏറോ ഇട്ട് ഇവിടെ ഇങ്ങോട്ട് ഏറോ ഇട്ടാണെങ്കിൽ റിസൾട്ടന്റ് ഷുഡ് ബി ഫ്രം ഹിയർ ടു ഹിയർ. സോ ദിസ് ലൈൻ സെഗ്മെന്റ്, ഈ വെർട്ടിക്കൽ ലൈൻ സെഗ്മെന്റ് ഇപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ടോട്ടൽ ആക്സലറേഷൻ ഓഫ് ബി എ. എ ആറും അല്ല, എ ടിയും അല്ല, സിംപ്ലി ബി എ. സിമിലർലി ആദ്യം വരച്ച എ ആർ എ എന്ന് പറയുന്നത് എന്താ? ദിസ് ഈസ് ഓൾസോ റെപ്രസെന്റിംഗ് ടോട്ടൽ ആക്സലറേഷൻ ഓഫ് പോയിന്റ് എ. കാരണം എന്താ? അതിന് ഓൺലി റേഡിയൽ കോമ്പണന്റേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇത്രയും വരച്ചാല് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ ഓഫ് പോയിന്റ് ഇ ചോദിച്ചിട്ടുണ്ട് അല്ലെ? സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ആക്സിലറേഷൻ ഓഫ് പോയിന്റ് ഇ എന്താണ്? ഐ ഹാവ് ടു ലൊക്കേറ്റ് പോയിന്റ് ഇ. Now since E is coming on connecting node AB, within the acceleration diagram, the point E should also fall on what? The vector AB. അല്ലെ? ഇതിന്റെ മേലെയാണ് ഫോളോ ചെയ്യേണ്ടത്. സോ അത് ഫോളോ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? വീണ്ടും പഴയ റേഷ്യോ എടുത്താൽ മതി. ആ റേഷ്യോ ഇനി പുതുതായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. വേണ്ട. സെയിം തന്നെ എടുത്താൽ പോരെ? അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഇ ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് ഇതിന്റെ മേലെ എവിടെയെങ്കിലും ഫോളോ ചെയ്യണം. സോ ഫോളോ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നേരത്തെ എടുത്ത പോലെ തന്നെ എ ഇ ഡിവൈഡഡ് ബൈ എ ബി should be equal to a dash e dash divided by, ഇത് എഴുതി വെച്ചോളൂ സൈഡിൽ. കാരണം ആക്സിലേഷൻ ഡയഗ്രത്തിൽ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് കാണിക്കാൻ ഈ സ്റ്റെപ്പ് എഴുതേണ്ട നിർബന്ധമാണ്. a dash b dash divided by a dash b dash അല്ലേ? You have to find out. So a dash b dash will be equal to what? This ratio multiplied by a dash b dash.
ഇത് എന്തെങ്കിലും എടുക്കാം, നേരത്തെ പോലെ കൺഫ്യൂഷൻ എടുക്കാം. സിംപ്ലി റൈറ്റ് ഡൗൺ ദ നമ്പേഴ്സ്. ഏത് യൂണിറ്റിൽ നിങ്ങൾക്ക് എടുക്കാം, കുഴപ്പമില്ല. സോ യു ഗെറ്റ് എ വാല്യൂ ഓഫ് എ ഡാഷ് ഇ ഡാഷ്. ആ എ ഡാഷ് ഇ ഡാഷിന്റെ വാല്യൂ എടുത്തിട്ട് എന്ത് ചെയ്യണം, എ ഡാഷ് ഈ പോയിന്റിലേക്ക് നിങ്ങൾ മാർക്ക് ചെയ്യണം. Somewhere here you will obtain the point E dash. Clear അല്ലേ അത്? സർ. E dash കിട്ടിക്കഴിഞ്ഞാൽ since acceleration of point E is required in your answer, ഒറ്റയടിക്ക് എന്ത് ചെയ്താൽ മതി, join E dash to the fixed point O. ഈ പോയിന്റുമായിട്ട് ജോയിൻ ചെയ്തു. ഈ റെഡ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ഈ ലൈൻ ജോയിനിങ് O ഡാഷ് E ഡാഷ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും, ആക്സിലറേഷൻ ഓഫ് പോയിന്റ് E ആണ്. സോ നമ്മളുടെ ക്വസ്റ്റ്യനിലെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സിലറേഷൻ ഓഫ് പോയിന്റ് E എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ വെക്ടർ O ഡാഷ് E ഡാഷ്. ആ വെക്ടറിന്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക, ആ സെന്റിമീറ്റർ വാല്യൂനെ മൾട്ടിപ്ലൈ ചെയ്യുക 43.84. You will get the value in meter per second square. Clear ആണോ? സർ. ആക്സിലേഷൻ ഡയഗ്രം കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ, ഫിഗർ കംപ്ലീറ്റ് ചെയ്തോ? സർ വെച്ചോളൂ. ഫിഗർ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കേണ്ട ഏതൊക്കെയാണ്. ഒന്ന്, ആക്സിലറേഷൻ ഓഫ് പോയിന്റ് E ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ ഇപ്പോൾ എഴുതി തരും. രണ്ടാമത് ആക്സിലറേഷൻ ഓഫ് സ്ലൈഡർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ആക്സിലറേഷൻ ഓഫ് സ്ലൈഡർ എന്ന് പറഞ്ഞാൽ AB ആണ്. AB എന്ന് പറഞ്ഞാൽ എന്താ, ദിസ് ഈസ് നത്തിങ് ബട്ട് വെക്ടർ O ഡാഷ് B ഡാഷ്. വെക്ടർ O ഡാഷ് B ഡാഷ് തന്നെയാണ് ആക്സിലറേഷൻ. കാരണം അതെന്താ, ടാൻജൻഷ്യൽ കോമ്പണന്റ് ആണ്. പക്ഷേ സ്ലൈഡറിന് it possesses only tangential component, so that itself becomes a total acceleration. ഇത് എത്രയാണോ, you will get a centimeter value. ഈ സെന്റിമീറ്ററിനെ മൾട്ടിപ്ലൈ യൂസിങ് 43.84, you will get a meter per second square value. അടുത്ത വാല്യൂ എന്താ ചോദിച്ചിട്ടുള്ളത്, you are required to find out angular acceleration of AB. Angular acceleration of AB എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് അതിന് AB ആണ് അല്ലെ, ഈ ആംഗുലർ ആക്സിലറേഷൻ ആൽഫ AB ആണ്. ആൽഫ AB ക്യാൻ ബി റിപ്രസെന്റ്. ഞാൻ ആക്സിലറേഷൻ രണ്ട് കോമ്പണന്റ്സ് എടുക്കുന്ന ക്ലാസ്സിൽ, യെസ്റ്റർഡേസ് ഫസ്റ്റ് അവർ ക്ലാസ്സിൽ ആ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെ എടുക്കേണ്ടത്. ദിസ് ഈസ് നത്തിങ് ബട്ട് ടാൻജൻഷ്യൽ കോമ്പണന്റ് ഓഫ് AT AB ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദ ലിങ്ക്. ടാൻജൻഷ്യൽ കോമ്പണന്റ് എവിടെ നിന്ന് കിട്ടും, AB-ന്റെ ടാൻജൻഷ്യൽ കോമ്പണന്റ് ഇതാണ്, ആക്സിലറേഷൻ ഡയഗ്രം അല്ലെ. സ്കെയിൽ യൂസ് ചെയ്ത് മെഷർ ചെയ്യാം. മെഷർ ചെയ്തതിനു ശേഷം
എത്ര സെന്റിമീറ്റർ ആണോ മൾട്ടിപ്ലൈ ദാറ്റ് യൂസിംഗ് 43.84 യു വിൽ ഗെറ്റ് ദ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വാല്യൂ ഫോർ ATAB, that is the tangential component. Divide that using 1.5 meter. You will obtain angular acceleration. Am I clear? Yes, sir. സർ രണ്ടാമത് ആൽഫ എ ബി ആണോ ചോദിക്കുന്നത്? Alpha? ആൽഫ എ ബി ചോദിച്ചോ, clear ആണോ ആയിട്ടില്ല. കണ്ടുപിടിക്കേണ്ടത്? ഏതാ? അല്ല സാർ, രണ്ടാമത് ആൽഫ എ ബി ആണോ കണ്ടുപിടിക്കേണ്ടത്? ബോഡി ക്ലിയർ അല്ലായിരുന്നു. അതെ, ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് എ ബി. മൂന്ന് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ആക്സിലറേഷൻ ഓഫ് സ്ലൈഡർ, അതായത് എ ബി. രണ്ടാമത്തത് ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് എ ബി, ആൽഫ എ ബി. മൂന്നാമത്തത് ആക്സിലറേഷൻ ഓഫ് പോയിന്റ് ഇ. ആക്സിലറേഷൻ ഓഫ് പോയിന്റ് ഇ എന്താണ്? അത് നേരത്തെ ഞാൻ പറഞ്ഞതാണ് അല്ലെ. ഫസ്റ്റ് ആക്സിലറേഷൻ ഓഫ് പോയിന്റ് ഇ എന്താണ്? വെക്ടർ അല്ലെ, O dash E dash ആണ്. വെക്ടർ O dash E dash ആണ്. വെക്ടർ O dash E dash എന്ത് ചെയ്യണം? നിങ്ങൾ ഡ്രോ ചെയ്യുന്ന സ്കെയിൽ യൂസ് ചെയ്യാം, ഇത് മെഷർ ചെയ്യാം, എത്ര സെന്റിമീറ്റർ കിട്ടും, ആ സെന്റിമീറ്ററിനെ മൾട്ടിപ്ലൈ ബൈ 43.84, അത്രയും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ ഓഫ് ഇ. മൂന്ന് ആൻസർ കിട്ടി. ക്ലിയർ ആണോ? sir.